ശബരിമലയിലെ ഈ ദ്വാരപാലക പാളി വിവാദത്തിൽ വളരെ നിർണായകമായ കണ്ടെത്തലുകൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപാളികൾ മോഷ്ടിച്ചു എന്ന് ഉറപ്പിക്കുകയാണ് ദേവസ്വം വിജിലൻസ്. ഈ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് എത്തിച്ചത് ചെമ്പ് പാളികൾ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒത്തുകളിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലും ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പന്റെ സ്വത്തുവകകൾ മോഷ്ടിച്ചു എന്ന വ്യക്തതയിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുകയാണ്. ചെമ്പ് പാളിയാണ് ഈ ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നും കണ്ടെത്തിയിരിക്കുന്നു ദേവസ്വം വിജിലൻസ്. പ്രധാനപ്പെട്ട പല ഉന്നത ഉദ്യോഗസ്ഥരും പോറ്റിക്ക് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് ദേവസ്വം വിജിലൻസ്. മനു, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തിൽ ഉള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നുള്ളത്. അതിനുശേഷം എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ചെന്നൈയിലേക്ക് എത്തിച്ചത് ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണ്ണപാളിയല്ല, ചെമ്പുപാളിയാണ് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഇതിന് കാരണമായത് കഴിഞ്ഞ ദിവസമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴിയാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഷണം നടന്നെന്ന് ഉറപ്പിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരു പൂർണ്ണ റിപ്പോർട്ട് അവർ കോടതിയിൽ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കേസെടുത്ത് അന്വേഷണം വേണം എന്നുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു നിഗമനം കൂടി ദേവസ്വം വിജിലൻസ് ഈ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിൽ നിലനിൽക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതിൽ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തെടുക്കുകയായിരുന്നു ഈ സമയത്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വച്ചിരിക്കുകയായിരുന്നു. കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ ഇവർക്കടക്കം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന നിഗമനമാണ് വിജിലൻസിനല്ലേ? തീർച്ചയായും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് പ്രധാനമായും വിജിലൻസ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മീഷൻ ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. പ്രത്യേകിച്ചും ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒത്തുകളിച്ചു എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനൊരു സ്ഥിരീകരണം കൂടി ഉണ്ടാവുകയാണ് ഈ റിപ്പോർട്ടിലൂടെ എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളൊരു നിർണായകമായ കണ്ടെത്തലും ഈ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ കമ്മീഷൻ കിട്ടിയോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടും എന്തുകൊണ്ട് ഇടപെട്ടില്ല, ഇത് സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഇടപാടുകൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതായത് കേസെടുത്തുള്ള ഒരു അന്വേഷണം അത് തന്നെയാണ് അനിവാര്യം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ട് പ്രധാനമായും ശുപാർശ ചെയ്യുന്നത്. മനു, തീർച്ചയായും ഒരു കാര്യം കൂടി ഷീജ, അതായത് ഇപ്പോൾ വളരെ നിർണായക കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിന് കൂടി വേണ്ടി കാത്തിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ നിഗമനങ്ങൾ എന്താണ് എന്നറിയാൻ കൂടിയുള്ള കാത്തിരിപ്പ് അവർക്കുമുണ്ട്. ഈ റിപ്പോർട്ട് കൂടി ശേഖരിച്ച ശേഷം കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്നതും പ്രതി ചേർക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയല്ലേ? അതല്ലേ ഇനി അടുത്ത ചൂട് എന്ന് പറയുന്നത്? തീർച്ചയായും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ട് കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇന്ന് തന്നെ ആ റിപ്പോർട്ട് കൈപ്പറ്റുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണത്തിനും ഇന്ന് തന്നെ തുടക്കമാക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഔദ്യോഗികമായ അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അതിനവർ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണം അതിനിപ്പോൾ കൂടുതൽ പ്രതിചേർക്കൽ, ചോദ്യം ചെയ്യൽ അങ്ങനെയുള്ളതിലേക്കടക്കം നാളെ മുതൽ അന്വേഷണ സംഘം കടക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ഈ പൂർണ്ണ റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം ഔദ്യോഗികമായിട്ടുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാൻ തന്നെയാണ് SIT സംഘത്തിന്റെയും തീരുമാനം.
തീർച്ചയായും ഏതായാലും വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളാണ് ഇനി ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഈ പരാമർശങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ കൂടുതൽ പരാമർശങ്ങൾ ഏതായാലും വരാം, കോടതിയുടെ നിർദ്ദേശങ്ങൾ വരാം, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ വരും മണിക്കൂറുകളെ ചൂടുപിടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും പോറ്റിയവരും അയ്യപ്പന്റെ മുതലടിച്ചു മാറ്റാൻ ശ്രമിച്ചു വരുമെന്നും ഇനി അങ്ങനെ സുഖമായിട്ടിരിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് സർക്കാരിന്റെ തീരുമാനവും.